ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെയോ സൈനികരെയോ ഒക്കെ സഹായിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ചെയ്യില്ലേ? നമ്മളാരായാലും ഏത് ഇന്ത്യക്കാരനും ഒരു കൈ സഹായത്തിന് പുറപ്പെടും എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. അത്തരത്തിലുള്ളൊരു അവസരം നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. നിങ്ങളിത് എങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മളിപ്പോൾ കാശ്മീരിലാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു സ്ഥലത്ത് ഇന്ത്യൻ സേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ശാസ്ത്ര പരീക്ഷണ കേന്ദ്രമുണ്ട് എന്നും കരുതുക. ആ സ്ഥലത്തിന് 16 മുറികളാണുള്ളത്. ആദ്യത്തെ 1ാമത്തെ മുറിയിലൂടെ അകത്തേക്ക് കയറാനും 16ാമത്തെ മുറിയിലൂടെ പുറത്തേക്ക് ഇറങ്ങാനും കഴിയും. ഇതിനകത്തുള്ള ഓരോ മുറികളും വാതിലുകളിലൂടെ പരസ്പരം ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മുറികളിലെല്ലാം തന്നെ ജൈവ ആയുധങ്ങളുടെ പരീക്ഷണങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്നൊരു സൈറൺ കേൾക്കുന്നു. അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇരമ്പിപ്പായുന്നു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ കെട്ടിടത്തിനകത്ത് ഒരു ലീക്ക് ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന കുറേ വൈറസുകൾ പുറത്ത് ചാടിയിരിക്കുകയാണ്. ഈ വൈറസുകൾ ഈ എല്ലാ മുറികളിലും ആദ്യത്തെ ഒരു 1ാം നമ്പർ മുറി ഒഴികെ ബാക്കിയുള്ള 15 മുറികളിലും ഈ വൈറസ് നിറഞ്ഞിരിക്കുകയാണ്. ഈ വൈറസിനെ നിർജീവമാക്കിയില്ലെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോയാൽ ഈ നാട് മുഴുവൻ നശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർ പരക്കം പായുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കയറി ഇതിനെ നിർജീവമാക്കാൻ ഒരു അവസരം കിട്ടുകയാണ്, അതിനുള്ള വേഷവും സംവിധാനങ്ങളും ഒക്കെ തരികയാണെങ്കിൽ നിങ്ങളിതിനകത്ത് കയറി ഈ വൈറസുകളെ നിർജീവമാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു 16 മുറികളുള്ള ഒരു കെട്ടിടമാണ്. ആദ്യത്തെ 1ാം നമ്പർ വാതിലിലൂടെ, മുറിയുടെ വാതിലിലൂടെ അകത്തേക്ക് കയറാൻ കഴിയും. അതേ വാതിലൂടെ നമുക്ക് വേണമെങ്കിൽ പുറത്തു ഇറങ്ങാം. പിന്നെ 16ാമത്തെ റൂമിൻ്റെ വാതിലിലൂടെ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓരോ മുറികളായിട്ട് നമ്മൾ കടന്നു കയറി ഒരു മുറിയിൽ നിന്ന് നമുക്ക് 2ാമത്തെ മുറിയിലേക്ക് പോകാം. അവിടെ ഒരു സ്വിച്ച് ഉണ്ടാകും. അത് ഈ വൈറസിനെ നിർജീവമാക്കാനുള്ള വേറെ വൈറസുകൾ നിറച്ചു വെച്ചിരിക്കുന്ന സ്വിച്ചാണ്. ആ സ്വിച്ച് ഓൺ ചെയ്ത് 2 മിനിറ്റിനുള്ളിൽ നമ്മൾ അടുത്ത മുറിയിലേക്ക് പ്രവേശിച്ച് കഴിയണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് നിറയുന്ന വൈറസുകൾ ചിലപ്പോൾ നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിനെയൊക്കെ തരണം ചെയ്യാൻ ശേഷിയുള്ളതായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഇത് എങ്ങനെയാണ് 15 മുറികളിലെയും വൈറസുകളെ നിർജീവമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ സാരാംശം. ഇനി നമുക്ക് ഈ വൈറസുകളെ കൊന്നു തീർക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ 1ാമത്തെ മുറിയിൽ നിന്ന് നേരെ 2ാമത്തെ മുറിയിലേക്ക് കടന്ന് അവിടുത്തെ സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ തിരികെ 1ാമത്തെ റൂമിലേക്ക് തന്നെ ഇറങ്ങിയാൽ 1ാമത്തെ മുറിയിൽ ആ ആൻറ്റി വൈറസുകൾ നിറയുകയും അവിടെയുള്ള യഥാർത്ഥ വൈറസുകളെ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷേ തിരികെ നമുക്ക് ഈ 2ാമത്തെ നമ്പർ മുറിയിലേക്ക് കയറാൻ കഴിയില്ല. അതുപോലെ നമ്മൾ 5ാമത്തെ മുറിയിലേക്ക് കയറി സ്വിച്ച് ഉപയോഗിച്ച് ആൻറ്റി വൈറസുകളെ ഇറക്കി മറ്റേ വൈറസുകളെ കൊന്നു കഴിഞ്ഞാൽ തിരികെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 5ാമത്തെ മുറിയിലേക്കും പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ വേണ്ടത് നമ്മൾ ഒരു മുറിയിൽ നിന്ന് ഈ ആൻറ്റിവൈറസുകളെ മോചിപ്പിക്കുന്ന ദൗത്യം തുടങ്ങിയാൽ അവസാന മുറി വരെ സഞ്ചരിച്ച് നമ്മൾ ഈ ദൗത്യം പൂർത്തിയാക്കണം. നമ്മൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ വരിയായിട്ട് തന്നെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ വരിയിലെത്തുമ്പോൾ നമുക്ക് പുറത്ത് കിടക്കാനുള്ള വാതിലെത്താതെ നമ്മൾ ഇതിനകത്ത് കുടുങ്ങിപ്പോകും. നമ്മൾ 1ാമത്തെ മുറിയിൽ നിന്ന് നേരെ 5ാമത്തെ റൂമിലൂടെ അടുത്ത മുറികളിലേക്ക് കടന്നു പോയിട്ട് ഈ വൈറസുകളെ നിർജീവമാക്കാൻ ശ്രമിച്ചാലും ഈ കണ്ടിന്യൂവേഷൻ മുറിഞ്ഞ് അവസാനം നമുക്ക് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങേണ്ട വാതിലെത്താനോ രക്ഷപ്പെടാനോ കഴിയാത്ത ഒരവസ്ഥ വരും. ഇതിനെ അതിജീവിച്ച് വേണം നമ്മൾ ഈ വൈറസുകളെ അതിജീവിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടാൻ. ഇതിന് ഏറ്റവും എളുപ്പമുള്ള 4 മാർഗങ്ങളാണ് ഉള്ളത്. ഈ വൈറസുകളെ പൂർണ്ണമായും നിർജീവമാക്കി എല്ലാ മുറികളിലൂടെയും സഞ്ചരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ 4 മാർഗങ്ങളുണ്ട്. അതിനാദ്യം നമ്മളൊരു മുറിയിലെ വൈറസുകളെ നിർജീവമാക്കി അവിടെ നിന്ന് കൃത്യതയോടെ തുടങ്ങിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. നമ്മൾ 2ാമത്തെ മുറിയിൽ കയറിയിട്ട് തിരികെ ഇറങ്ങി ദൗത്യം ആരംഭിക്കാമെന്ന് വെച്ചാൽ നമ്മൾ പരാജയപ്പെടും. ഇതിന് നമ്മൾ വിജയിക്കാനുള്ള ഒരൊറ്റ മാർഗമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം. 1ാമത്തെ മുറിയിൽ നിന്ന് നേരെ 5ാമത്തെ മുറിയിലേക്ക് പോയി അവിടുത്തെ സ്വിച്ച് ഓൺ ചെയ്ത് ആൻറ്റിവൈറസുകളെ മോചിപ്പിച്ചതിന് ശേഷം നമ്മൾ തിരികെ വീണ്ടും 1ാമത്തെ മുറിയിൽ തന്നെ വരികയും അവിടെ നിന്ന് 2ാമത്തെ മുറിയിലേക്കും 3ാമത്തെ മുറിയിലേക്കും 4ാമത്തെ മുറിയിലേക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ചുവട്ടിലുള്ള 8ാമത്തെ മുറിയിലേക്കും ഇറങ്ങി ഈ 5ാമത്തെ മുറി ഒഴിവാക്കി ഓരോ നിരകളായി സഞ്ചരിച്ച് നമുക്ക് മുഴുവൻ വൈറസുകളെയും നിർജീവമാക്കി 16ാമത്തെ മുറിയിലൂടെ പുറത്തിറങ്ങാൻ 4 മാർഗങ്ങളുണ്ട്.
4 മാർഗങ്ങൾ മാത്രമാണുള്ളത്. ഈ കാണുന്നതാണ് ആ 4 മാർഗങ്ങൾ. ഈ തരത്തിൽ നമുക്ക് ഈ വൈറസുകളെ നിർജീവമാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ സേനയും ഇന്ത്യൻ ശാസ്ത്രജ്ഞരെയും ഒക്കെ സഹായിച്ച് ഒരു വലിയ രാജ്യസ്നേഹിയായി മാറാം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്.